മുഖ്യമന്ത്രിക്ക് എല്ലാത്ത നാവല്ലേ, അദ്ദേഹത്തിന് എന്തും പറയാം, അദ്ദേഹം എന്തും പറയാറുണ്ട്. ഇതേ പാണക്കാട്ട് വീട്ടിൽ അദ്ദേഹം സന്ദർഭം കിട്ടിയാൽ അദ്ദേഹം പോകാനുള്ള വഴി അടഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ പാണക്കാട്ടിനെ തള്ളി പറയുന്നത്. മുസ്ലിം ലീഗിനെ കൂടെ നിർത്താൻ എന്തെല്ലാം ശ്രമം അയാൾ സമീപകാലം വരെ നടത്തിയിട്ടുണ്ട്. അറിയാത്തവരായിട്ട് ആരുമല്ല കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. മുസ്ലിം ലീഗിനെ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഈ പറഞ്ഞതുപോലെ മുന്തിരി പൊളിക്കുന്നു എന്ന് പറയുന്നത്. ജാള്യതയാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിയൊക്കെ തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു. കേരളം കണ്ട ഏറ്റവും പരാജിതനായ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു വിഷമസന്ധിയിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ആ വിഷമവൃത്തത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെന്നതിനെക്കുറിച്ചുള്ള വലിയ ചിന്ത അദ്ദേഹത്തെ ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് പ്രതികരണ അസ്ഥാനത്തായി പോയില്ലേ? കാരണം നാളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. മാത്രമല്ല ഈ വഖഫ് വിഷയം ഉൾപ്പെടെ അതേക്കുറിച്ചൊന്നും ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞല്ലോ. ബാബറി മസ്ജിദിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചു, ഞാൻ അഭിപ്രായം പറയും. KPCC പ്രസിഡന്റ് എന്ത് പറയുന്നൊന്നും എനിക്കറിയില്ല. അതേക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലൊക്കെ ഞാൻ അത്തരം ഒരു വിവാദങ്ങളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ല. ഞാൻ പറഞ്ഞതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിലപ്പുറം ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നാളെ നമുക്ക് പറയാം, വൈകുന്നേരം 5 മണിക്ക് ശേഷം. ഈ പാലക്കാട് ഇലക്ഷന് ശേഷം തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് KM മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഇതുവരെയും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസിനായിട്ടില്ലേ? അദ്ദേഹത്തിന് എന്താണാവോ പ്രശ്നം, എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കറിയില്ല എന്താണ് പ്രശ്നങ്ങളെന്ന കാര്യം. അറിയെങ്കിൽ ഞങ്ങൾക്ക് അറിയണ്ടേ. ഞാൻ ഈ പാർട്ടിയിലുള്ള ആളല്ലേ. പാർട്ടിയുള്ള മാത്രമല്ല കോഴിക്കോട് ജില്ലയിലുള്ളൊരു നേതാവ് കൂടിയാണ് താങ്കൾ. അപ്പോൾ KM മുരളീധരനെ പോലെ ഏകദേശം ആ ഒരേ സമയത്തൊക്കെ നിങ്ങൾ ഒരു മുതിർന്ന നേതാവാണ്, മുൻ KPCC അധ്യക്ഷനാണ്. സ്വാഭാവികമായും മറ്റൊരു മുൻ KPCC അധ്യക്ഷനാണ് KM മുരളീധരൻ. അദ്ദേഹത്തിന് അവഗണന നേരിടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഈ മുൻ അധ്യക്ഷന്മാരെ അങ്ങനെ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ട്. ആരെയും പരിഗണിക്കാതിരിക്കുന്ന പ്രശ്നമൊന്നും കോൺഗ്രസ്സിലില്ല. പരിഗണിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയേണ്ട വേദിയിൽ വെച്ചല്ലാതെ ഈ ചാനലുകളുടെ മുമ്പിൽ വെച്ചല്ലല്ലോ പറയേണ്ടത്. കോൺഗ്രസിൻ്റെ ഒരു വേദിയുണ്ട്. കോൺഗ്രസ് ഏറ്റവും വലിയൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. ആഭ്യന്തര ജനാധിപത്യ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒരിക്കലും അത്തരം ഒരു അവസരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നുവരെ